ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 90. രാവിലെ വൈകി എഴുന്നേറ്റ വൈശാഖി കാണുന്നത് കട്ടിലിൻ്റെ ശൂന്യമായ പകുതിയായിരുന്നു. അതിൽ നിന്നും മഹാദേവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പൊടുന്നനെയാണ് തലേദിവസം നടന്ന കാര്യങ്ങൾ ഓരോന്നും അവളുടെ ഓർമ്മയിലേക്ക് ഇടിച്ചു കയറി വന്നത്. ഇടിവെട്ടിയതും കരണ്ട് പോയതും താൻ ഉച്ചത്തിൽ അലറി വിളിച്ചതും പേടിച്ച് സാറിനെ കെട്ടിപ്പിടിച്ചു ഇറങ്ങിയതുമെല്ലാം അവൾ ഒരു ചമ്മലോടെ ഓർത്തെടുത്തു. ഷേ, നാണക്കേടായി പോയി. ഒരു നിമിഷം മുഖം കൈപ്പത്തിക്കൊണ്ട് മറച്ചു പിടിച്ചവൾ വീണ്ടും ഒരു 10-20 മിനിറ്റ് അത് തന്നെ ചിന്തിച്ചിരുന്നതിന് ശേഷമാണ് പെണ്ണിട്ടുമാറുവാനുള്ള തുണി എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയത്. മഹാദേവനെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്നൊരു ചിന്ത കുളി കഴിഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴേക്കും അവളിനുണ്ടായിരുന്നു. പക്ഷേ താൻ ചിന്തിച്ചതൊന്നുമല്ല ജീവിതം എന്നത് അടുത്ത 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ കഥാനായകൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നതായിരുന്നു സത്യം. ലക്ഷ്മിയമ്മ എടുത്തു കൊടുത്ത ചായയുമായി മഹാദേവന്റെ അരികിലേക്ക് പോയവളെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാട്ടിയില്ല എന്ന കാര്യം വളരെ സങ്കടത്തോടെ ഞാനിവിടെ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ദേ മുത്തശ്ശി, വെറുതെ കളിയാക്കല്ലേ. വൈശാഖി പത്മാവതിയെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു പിടിച്ചു. തലേ ദിവസം റിസപ്ഷനിൽ വെച്ച് മഹാദേവൻ പറഞ്ഞ കാര്യവും തുടർന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങളും പിന്നീട് ഇന്നവൻ അവളോട് കാട്ടിയ ആറ്റിറ്റ്യൂഡും മനോഭാവവും ഒക്കെ ഒന്നുപോലും വിടാതെ പത്മാവതിയോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമ്മറപ്പടികളിൽ ഇരിക്കുകയായിരുന്നു വൈശാഖി. പക്ഷെ എല്ലാം കേട്ട പത്മം ഇതൊക്കെ താൻ മുന്നേ പ്രതീക്ഷിച്ചതാണെന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ കളിയാക്കാതെ, ഇതൊക്കെ കേട്ട ആർക്കാണേലും കളിയാക്കാനൊക്കെ തോന്നും കൊച്ചേ. എടി, സത്യം പറയേ, നീ മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നതാണോ? പത്മത്തിന് ചിരിച്ച് ചിരിച്ച് വയറു വേദനിക്കുവാൻ തുടങ്ങിയിരുന്നു. മുത്തശ്ശി, അവൾ കെറിവിച്ചിരുന്നു. എടി പൊട്ടിക്കാളി, നിന്നോട് ഞാൻ എത്ര വട്ടം പുറകെ നടന്നു പറഞ്ഞു തന്നതാടി എൻ്റെ കൊച്ചുമോന് നീയെന്ന് വെച്ച ഇഷ്ടമാണെന്ന്. അതെങ്ങനാ, അമ്പും വില്ലിന് നീ അടുക്കില്ലല്ലോ. അവർ ചിരിയടക്കി അവൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നെ കാണാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഓടി വന്ന് നടന്ന ആള് പിന്നെന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്നാ എൻ്റെ സംശയം. പെണ്ണ് കയ്യിൽ താടി ഊന്നിക്കൊണ്ട് ഉമ്മറപ്പടിയിലിരുന്നു. എടി വൈശക്കൊച്ചേ, ഇത്രയും നാളും വലിയ ബിൽട്ടപ്പൊക്കെ ഇട്ട് നടന്നിട്ട് ഇപ്പോൾ നിന്റെ മുന്നിൽ താഴാൻ അവനൊരു മടി. മാത്രമല്ല, അവൻ നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറും കൂടെയല്ലേ. പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ കൊച്ചായി പോവുക എന്നുള്ള ഈഗോയും കാണും. കൊച്ചുമകനെ പഠിച്ച രീതിയിലായിരുന്നു പത്മാവതിയുടെ സംസാരം. അപ്പോൾ സാർ ഉടുക്കേണ്ടെന്ന് മുന്നേ ധാവണി ഉടുത്തത് കൊണ്ടായിരിക്കും ഈ ദേഷ്യവും വാശിയൊക്കെ. അവൾ മനസ്സിലുള്ളത് തുറന്ന് ചോദിച്ചു. പിന്നെ കോപ്പാണ്, നീ സാരി ഉടുത്താലും ധാവണി ഉടുത്താലും ഒന്നും അവനൊരു ചുക്കുമില്ല പെണ്ണേ. ഇതേ മറ്റേ രോഗമാ, പ്രേമരോഗം. പത്മാവതി ഊറിച്ചിരിച്ചു. ഒന്ന് പോയേ മുത്തശ്ശി. അവൾക്ക് നാണം വന്നു. പിന്നെ അല്ലാതെ, ഇന്നലെ രാത്രി തൊട്ടേ നീ അവനോട് ഫോണിൽ സംസാരിച്ചിരുന്നില്ലല്ലോ. നിന്നെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ട്, നിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചു പോയിട്ടാവണം ചക്കൻ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഉടൻ തന്നെ ബസ്സും പിടിച്ച് ഇങ്ങോട്ടേക്ക് ഓടി പാഞ്ഞു വന്നത്. അപ്പം കണ്ട കാഴ്ച എന്താ? നീയും ആ സിദ്ധുക്കൊച്ചനും കൂടെ ചിരിച്ചുകൊണ്ട് നിന്ന് ഡാൻസ് കളിക്കുന്നു. അതുപോലെ ആ ചെക്കന് സങ്കടം വരാൻ. ആ സങ്കടവാ അവൻ ഇന്നലെ നിന്നോട് മിണ്ടാതെ ഇരുന്ന് തീർത്തത്. ഇപ്പം കത്തിയ കാര്യങ്ങളുടെ കിടപ്പ്. ഇതിലപ്പുറം ചാടിക്കടന്നവളാ ഈ മംഗലത്ത് പത്മാവതി എന്ന രീതിയിലായിരുന്നു അവരുടെ ആ ചിരിയപ്പോൾ. വൈശാഖി ഒന്നും മിണ്ടിയില്ല. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലിട്ട് ചികഞ്ഞു നോക്കുകയായിരുന്നു പെണ്ണപ്പോൾ. സത്യമാണ്, ഇന്നലെ സാറ് മിണ്ടാതെ ഇരുന്നതല്ലാതെ ഒരിക്കൽ പോലും തന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഓട്ടോയിൽ കൂടെ കയറിയപ്പോഴും ഇറക്കി വിട്ടില്ല. എന്തിനു കൂടുതൽ പറയുന്നു? ഞാൻ കഴിച്ചു എന്ന് പോലും ചോദിക്കാതെ കഞ്ഞി ഉണ്ടാക്കി വിളമ്പി തന്നു. രാത്രി പേടിച്ച് കരഞ്ഞപ്പോൾ ചേർത്ത് കിടത്തി ഉറക്കുകയും ചെയ്തു. ഇടി പൊട്ടിക്കാളി, മണ്ടയില്ലാത്തവളെ. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെയുള്ള അവളുടെ ഇരിപ്പ് കണ്ടതുകൊണ്ടാണ് പത്മ അവളുടെ കയ്യിൽ ഒരു കൊട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ തന്നെ അവൾ ആലോചനയിൽ നിന്ന് ഉണരുകയും ചെയ്തു. പാതിരാത്രി അവൻ നിന്നെ താരാട്ടിയതേ എന്തിനാണെന്നായിരിക്കും ഭഗവതി ഇപ്പോൾ ചിന്തിക്കാവുന്നത്. അവളുടെ മുഖത്തുറ്റു നോക്കിക്കൊണ്ട് പത്മാവതി പുരുവം പൊക്കി. അതെങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി? ഒരു ഇളിയോടെ പെണ്ണ് തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെപ്പോലുള്ള മരവാഴ ഇതല്ലാതെ വേറൊന്നും ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം.
പത്മാവതി ഒരു കുട്ട പുച്ഛം വാരിയെടുത്ത് മുറ്റത്തേക്കൊരു ഏറ് വെച്ചു കൊടുത്തു. മുത്തശ്ശി. വൈശാഖി ചിണുങ്ങിക്കൊണ്ട് അവരുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. എടി കൊച്ചുമോളെ, ആ പിശുക്കന് നിന്നെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നീ ഇന്നലെ രാത്രി പേടിച്ചു കരഞ്ഞപ്പോൾ അത്രയും നേരം ദേഷ്യം ഉണ്ടായിരുന്നവൻ നിന്നെ എന്തിനാടി ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ കിടത്തിയത്? അത്രയും ഇഷ്ടമുള്ളവൻ്റെ തലക്കനം രാവിലെ വീണ്ടും കൂടി. അതെന്തിനാണെന്നറിയാവോ? അവന് നിന്നോടുള്ള ഇഷ്ടം നീ അറിയാതിരിക്കാൻ വേണ്ടി. അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോന്നും വിവരിച്ചു കൊടുത്തു. ആ ഇഷ്ടം ഞാനറിഞ്ഞ എന്തു പറ്റുന്ന സാറി വിചാരിച്ചു വെച്ചിരിക്കുന്നേ? വൈശാഖി കെറുവോടെ ചോദിച്ചു. അതൊക്കെ വെറും സൈക്കോത്തരവായ എൻ്റെ വൈശുക്കൊച്ചേ. ഇതുപോലുള്ള സൈക്കോകൾ അവനവൻ്റെ കൂടെയുള്ളവരെ ഭ്രാന്തമായിട്ടങ്ങ് സ്നേഹിക്കും. എന്നാൽ അതൊട്ട് മറ്റുള്ളവരെ പറഞ്ഞ് അറിയിക്കത്തുമില്ല. അതിൽ നിന്നൊക്കെ ഇതുങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല എൻ്റെ കൊച്ചേ. ഊന്നി ഞാൻ പറയാം. നിൻ്റെ വിശക്കം കെട്ടിയാണില്ലേ, അവൻ്റെ സ്വഭാവം വെച്ച് ഒന്നെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ കുശുമ്പ് കുത്തി നിന്നെ. രണ്ടായാലും നിനക്കൊന്നും ഉറപ്പ് തന്നെയാണ്. നീ നോക്കിക്കോ, കുറേ നാൾ കഴിയുമ്പോഴേ അവൻ്റെ ഈ ഭ്രാന്ത സ്വഭാവവും സൈക്കോത്തരവും കുശുമ്പും കുന്നായ്മയും ഒക്കെ നിനക്കും കിട്ടും. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പത്മാവതി അതും പറഞ്ഞ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി. മുത്തശ്ശി. എന്തോ പ്രേതക്കഥ കേട്ടതുപോലെ പെണ്ണിൻ്റെ കണ്ണുകൾ അപ്പോൾ മിഴിയാൻ തുടങ്ങി. ഇടി വാപ്പിളി, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നീ പേടിക്കൊന്നും വേണ്ട. ഒന്ന് ഞാൻ പറയാം. അവൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അത്രയും പറഞ്ഞിട്ട് പത്മ അവളുടെ നേർക്ക് കള്ളത്തരത്തിലൊരു നോട്ടം നോക്കി. എങ്ങനെ? അവൾ പ്രതീക്ഷയോടെ മുത്തശ്ശിയെ കേൾക്കാനായി രണ്ട് ചെവികൾ അങ്ങോട്ടേക്ക് കൂർപ്പിച്ചു വെച്ചു. ഞാൻ പറയുന്ന വഴിയെ നീ പോവുകയാണേലേ നിനക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. എന്താ, നിനക്ക് രക്ഷപ്പെടണോ? അവർ പുരികം പൊക്കിയും താക്കിയും അവളോട് ചോദിച്ചു. രക്ഷപ്പെടണം, വൈശാഖി ഉറപ്പോടെ പറഞ്ഞു. ഒന്ന്, ആദ്യമേ തന്നെ സാറേ സാറേ എന്ന് വിളിച്ചുള്ള അവൻ്റെ പുറകെ പോകുന്ന ഈ ഏർപ്പാട് പൂർണ്ണമായിട്ടും നിർത്തണം. അവർ അക്കങ്ങൾ നിരത്തി വലിയ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അക്കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും പറയാനില്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത് കൊണ്ട് വൈശാഖി അങ്ങ് സമ്മതിച്ചു. ഇനി 2, ഈ പുച്ഛവും ആറ്റിറ്റ്യൂഡും ഒക്കെ വൈശാഖിക്ക് ഇനി ആവാം. മുത്തശ്ശി അടുത്ത തന്ത്രം അവളുടെ കാതിലോതി. അതിൻ്റെ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടാവണം പെണ്ണിൻ്റെ വായി ഇത്തിരി പൊളിഞ്ഞു വന്നത്. എടി മന്ദബുദ്ധി, അവനിപ്പോൾ നിന്നോട് കാണിക്കുന്നത് പോലെയൊക്കെ നീ അവനോട് കാണിക്കണമെന്ന്. അവൻ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നീയും നോക്കാൻ പോകരുത്. അവൻ നിന്നോട് മിണ്ടുന്നില്ലെങ്കിൽ നീ ഇന്നലെ തൊട്ടേ അവനോട് മിണ്ടായിരിക്കാൻ നോക്കണം. അവൻ്റെ കൂടെയുള്ള ഈ നടപ്പും എടുപ്പും ഒക്കെ അങ്ങ് നിർത്തിക്കണം. ഇതൊന്നും ഏറ്റില്ലെങ്കിൽ വേറൊരു കൊടും പ്രയോഗം നമുക്കൊക്കെ പ്രയോഗിക്കാം. എപ്പടി? യുദ്ധഭൂമിയിൽ അപ്പുറത്തുള്ളവൻ്റെ ആനയും തേരിനെയും കുതിരയും മന്ത്രിയെയും ഒക്കെ വെട്ടിപ്പിടിച്ചെടുത്തിട്ട് അവസാനം രാജാവിനിട്ട് ചെക്ക് കൊടുത്ത കാലാളിൻ്റെ ഭാവമായിരുന്നു പത്മാവതിക്കപ്പോൾ. ഇതൊക്കെ മറഞ്ഞു നിന്ന് ദേവൻ കേട്ടാലോ എപ്പടി? അപ്പം നിങ്ങളുടെ അഭിപ്രായം വേഗം എഴുതി അറിയിച്ചോളൂ. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം ഞാൻ ഓടി വരുന്നതായിരിക്കും. പിന്നെ ഈ വായിക്കുന്നവരൊക്കെ 10ഉം 12ഉം ആൾക്കാരൊക്കെ ഓരോ പാട്ടും വായിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സംശയം എന്നാന്ന് വെച്ചാൽ, നിങ്ങളിലുള്ള പകുതി ആൾക്കാരേലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പിള്ളേരെ? ഇതെന്തൊരു കഷ്ടമാണ്. അപ്പം എൻ്റെ മുത്തുമണീസ്, നാളെ അടുത്ത പാട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓടി വന്ന് വേഗം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പം ഞാൻ നോക്കി വെക്കും എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. അപ്പോൾ ബൈ.